An induction motor works on transforming action. അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടർ ഒരു ട്രാൻസ്ഫോമറിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ വ്യത്യാസമുള്ളത് ഇൻഡക്ഷൻ മോട്ടർ ഈസ് നോട്ട് എ സ്റ്റാറ്റിക് മെഷീൻ, ഇറ്റ് ഈസ് എ ഡൈനാമിക് മെഷീൻ. അതായത് ഇൻഡക്ഷൻ മോട്ടറിൽ ഒരു റൊട്ടേറ്റിംഗ് പാർട്ട് ഉണ്ട്, പക്ഷെ അതിൻ്റെ പ്രിൻസിപ്പിൾ ഒരു ട്രാൻസ്ഫോമറിൻ്റെ അതേ വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഒരു ട്രാൻസ്ഫോമറിന് പ്രൈമറി വൈൻഡിങ് ഉണ്ട്, സെക്കൻഡറി വൈൻഡിങ് ഉണ്ട്. അതേപോലെ ഒരു ഇൻഡക്ഷൻ മോട്ടറിൻ്റെ സ്റ്റേറ്റർ, അതായത് സ്റ്റേഷനറി പാർട്ട് ഒരു ട്രാൻസ്ഫോമറിൻ്റെ പ്രൈമറി വൈൻഡിങ് പോലെ വർക്ക് ചെയ്യുന്നു. അതേപോലെ ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റോട്ടർ ഒരു ട്രാൻസ്ഫോമറിൻ്റെ സെക്കൻഡറി വൈൻഡിങ് പോലെ വർക്ക് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആൻ അസിൻക്രണസ് മോട്ടോർ. ഇൻഡക്ഷൻ മോട്ടോർ ഈസ് ഓൾസോ കോൾഡ് ആസ് അസിൻക്രണസ് മോട്ടോർ. Induction motor consists of mainly two parts, the stator and the rotor. Stator is the stationary part of the motor, rotor is the rotating part of the motor. The stator has three main parts: outer frame, stator core and stator winding. Outer frame എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ it is the outer body of the motor. It protects the inner part of the machine. Stator core, it is built up of high grade silicon steel. It carries the alternating magnetic field. അതായത് ഇൻഡക്ഷൻ മോട്ടോർ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ക്യാരി ചെയ്യുന്നത് സ്റ്റേറ്റർ കോറാണ്. അന്നേരം ഈ മാഗ്നറ്റിക് ഫീൽഡിന് കാരണം സ്റ്റേറ്റർ വൈൻഡിങ്സ് ആണ്. അന്നേരം ഈ സ്റ്റേറ്റർ വൈൻഡിങ്സ് ആണ് ഈ ആൾട്ടർനേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തത് റോട്ടർ. ദർ ആർ ടു ടൈപ്സ് ഓഫ് റോട്ടേഴ്സ്: സ്ക്വിറൽ കേജ് റോട്ടർ ആൻഡ് സ്ലിപ്പ് റിംഗ് റോട്ടർ. റോട്ടറിന്റെ അടിസ്ഥാനത്തിൽ ഇൻഡക്ഷൻ മോട്ടറിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: സ്ക്വിറൽ കേജ് ഇൻഡക്ഷൻ മോട്ടറും സ്ലിപ്പ് റിംഗ് ഇൻഡക്ഷൻ മോട്ടറും. ഏറ്റവും ആദ്യം സ്ക്വിറൽ കേജ് റോട്ടറിലേക്ക് വരികയാണെങ്കിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ laminated cylindrical core having semi-closed circular slots at the outer periphery. Copper or aluminum bar conductors are placed in these slots and short-circuited at each end by copper or aluminum rings called short-circuiting rings. The rotor winding is permanently short-circuited and it is not possible to add any external resistance. ഒരു സ്ക്വിറൽ കേജ് റോട്ടർ നോക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് കുറേ കോപ്പർ ബാർ കണ്ടക്ടേഴ്സ് അതിൻ്റെ രണ്ടറ്റത്തായിട്ട് രണ്ട് എൻറിങ്സ് വഴി ഷോർട്ട് സർക്യൂട്ട് ചെയ്തിരിക്കുന്നതാണ് നമുക്ക് കാണുന്നത്. ആ ഒരു സ്ട്രക്ചറാണ് ഇവിടെ റോട്ടറായിട്ട് വർക്ക് ചെയ്യുന്നത്. രണ്ട് വശത്തും ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തത് കാരണം തന്നെ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഒന്നും ഇതിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്തത് സ്ലിപ്പ് റിംഗ് റോട്ടറാണ്. സ്ലിപ്പ് റിംഗ് റോട്ടർ ഈസ് ഓൾസോ കോൾഡ് ആസ് സ്പേസ് വൗണ്ട് റോട്ടർ. It consists of laminated core having semi-closed slots at the outer periphery and carries three-phase insulated winding. അതായത് സ്ലിപ്പ് റിംഗ് റോട്ടറിൽ വൈൻഡിങ്സ് ഉണ്ട്. സ്ക്വിറൽ കേജ് റോട്ടറിൽ വൈൻഡിങ്സ് ഒന്നും കാണില്ല. The rotor is wound for the same number of poles as that of the stator. സ്റ്റേറ്ററിൽ എത്ര മാഗ്നറ്റിക് പോൾസിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു സ്ലിപ്പ് റിംഗ് റോട്ടറിലെ number of poles. The three finish terminals are connected together forming a star point and the other three terminals are connected to three slip rings fixed on the shaft. അതായത് ഒരു സ്ലിപ്പ് റിംഗ് റോട്ടർ അതിലെ റോട്ടറിലെ വൈൻഡിങ്സ് എല്ലാം ഒരു കോമൺ പോയിന്റിലേക്ക് കണക്ട് ചെയ്യുന്നു. അതായത് ഒരു സ്റ്റാർ ഫാഷനിലാണ് ഈ വൈൻഡിങ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടാവുക. അന്നേരം അതിൻ്റെ മറ്റേ അറ്റം മെഷീൻ്റെ പുറത്തേക്ക് നമുക്ക് കാണാൻ പറ്റും. ഈ മൂന്നറ്റങ്ങളിലേക്ക് നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം സ്ലിപ്പ് റിംഗ് റോട്ടറിൽ നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ പറ്റും, എന്നാൽ സ്ക്വിറൽ കേജ് റോട്ടറിൽ
നമുക്ക് എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യാൻ കഴിയില്ല. ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവിടെ ഈ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. സ്ക്വിറൽ കേജ് റോട്ടർ, സ്റ്റേറ്റർ കോയിൽസ്, കൂളിംഗ് ഫാൻ, ഫാൻ കവർ, ബെയറിങ്സ്. ഇനി ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് നോക്കുന്നത്. A rotating magnetic field is set up in the stator by the 3 phase supply given. ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടർ 3 ഫേസ് സപ്ലൈയിലാണ് വർക്ക് ചെയ്യുക. 3 ഫേസ് സപ്ലൈ ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്റ്റേറ്ററിലേക്ക് കൊടുക്കുന്നതോടെ ആ സ്റ്റേറ്ററിൽ ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. നേരെ റോട്ടർ ഇതിന്റെ നടുവിലായിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു. ഈ റോട്ടർ കാണുന്നത് ഒരു റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡാണ്. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ട് തന്നെ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ വഴി റോട്ടറിൽ ഒരു കറണ്ട് ഇൻഡ്യൂസ് ചെയ്യപ്പെടും. അന്നേരം ഈ കറണ്ട് എന്ത് കാരണത്താലാണോ കറണ്ട് ഉണ്ടായത് ആ കാരണത്തിനെ ഒപ്പോസ് ചെയ്യാൻ നോക്കും. അതായത് റോട്ടറും ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഒപ്പം കറങ്ങി ഈ കറണ്ടിനെ കുറയ്ക്കാൻ നോക്കും. അതാണ് ലെൻസസ് ലോ. ലെൻസസ് ലോ അല്ലെങ്കിൽ ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ തന്നെയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. അന്നേരം റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കൊണ്ടുണ്ടാകുന്ന കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് കാരണം റോട്ടർ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് റോട്ടർ കറങ്ങി തുടങ്ങുന്നു. ഇതാണ് ശരിക്ക് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിൽ സംഭവിക്കുന്നത്. An induction motor is self-starting motor. Synchronous speed. റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡിനെയാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയുന്നത്. സിങ്ക്രണസ് സ്പീഡ് ഈസ് ഗിവൺ ബൈ 120 FE ഡിവൈഡഡ് ബൈ P. FE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്ലൈ ഫ്രീക്വൻസിയാണ് ഉദ്ദേശിക്കുന്നത്. P ഈസ് ദ നമ്പർ ഓഫ് പോൾസ്. അതായത് സ്റ്റേറ്ററിൽ എത്ര പോൾസ് ഉണ്ട് എന്നുള്ളതാണ് P എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്പർ ഓഫ് പോൾസ് എപ്പോഴും ഒരു ഈവൻ നമ്പർ ആയിരിക്കും. 2, 4, 6, 8, 10 അങ്ങനെ പോകും. അങ്ങനെയാണെങ്കിൽ എഫിൻ്റെ വാല്യൂ 50 ഹെർട്സ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് പോൾസ് 2 ആണെങ്കിൽ 120 × 50 ഡിവൈഡഡ് ബൈ 2, അതായത് 3000 RPM ആണ്. RPM എന്ന് പറഞ്ഞാൽ റെവല്യൂഷൻസ് പെർ മിനിറ്റ്. 3000 RPM ആണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറയാം. ഇനി നമ്പർ ഓഫ് പോൾസ് 4 ആകുമ്പോൾ സിങ്ക്രണസ് സ്പീഡ് 1500 ആവും. നമ്പർ ഓഫ് പോൾസ് 6 ആകുമ്പോൾ സിങ്ക്രണസ് സ്പീഡ് 1000 ആവുന്നു. നമ്പർ ഓഫ് പോൾസ് 8 ആകുമ്പോൾ സിങ്ക്രണസ് സ്പീഡ് 750 RPM ആയി മാറുന്നു. ഇനി അടുത്തത് സ്ലിപ്പ്. ദ ഇൻഡക്ഷൻ മോട്ടോർ വിൽ ഓൾവേസ് റൺ അറ്റ് എ സ്പീഡ് ലോവർ ദാൻ ദി സിങ്ക്രണസ് സ്പീഡ്. അതായത് സ്റ്റേറ്ററിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്പീഡാണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് പറഞ്ഞു. റോട്ടർ സിങ്ക്രണസ് സ്പീഡിന്റെ ഒപ്പം എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു, പക്ഷെ ഒരിക്കലും എത്തുന്നില്ല. അന്നേരം ഈ ഡിഫറൻസിനെയാണ് സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. അതായത് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് സ്പീഡ് മൈനസ് റോട്ടർ സ്പീഡ്. റിലേറ്റീവ് സ്പീഡ് ഡിഫറൻസ് ബിറ്റ്വീൻ റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് ദി റോട്ടർ, അതിനെയാണ് നമ്മൾ സ്ലിപ്പ് സ്പീഡ് എന്ന് പറയുന്നത്. സ്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് സ്പീഡ് ഡിവൈഡഡ് ബൈ സിങ്ക്രണസ് സ്പീഡാണ്, അല്ലെങ്കിൽ ആ റേഷ്യോനെയാണ് സ്ലിപ്പ് എന്ന് പറയുന്നത്. ദ റോട്ടർ റൺസ് അറ്റ് സിങ്ക്രണസ് സ്പീഡ്. റോട്ടർ അഥവാ സിങ്ക്രണസ് സ്പീഡിൽ എത്തുകയാണെങ്കിൽ സ്ലിപ്പ് 0 ആണെന്ന് പറയാം.
അതായത് ഒരു ഇൻഡക്ഷൻ മോട്ടർ നോ ലോഡിൽ, അതായത് ഒരു ലോഡും കണക്ട് ചെയ്യാതിരിക്കുന്ന ഒരു സമയത്ത് ഒരു ഇൻഡക്ഷൻ മോട്ടർ സ്ലിപ്പ് 0 ആണെന്ന് പറയാം. അപ്രോക്സിമേറ്റ്ലി സ്ലിപ്പ് ഈസ് ഈക്വൽ ടു 0. ദ റോട്ടർ ഈസ് സ്റ്റേഷനറി, അഥവാ ഒരു ഇൻഡക്ഷൻ മോട്ടർ അതിൻ്റെ റോട്ടർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുകയാണെങ്കിൽ റോട്ടറിന് കറങ്ങാൻ സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ സ്ലിപ്പ് 1 ആണെന്ന് പറയാം. അതായത് ഇവിടെ NM, അതായത് സ്പീഡ് ഓഫ് ദി മെക്കാനിക്കൽ ഷാഫ്റ്റ് 0 ആവുന്നു. അതുകൊണ്ട് സ്ലിപ്പ് 1 ആയി മാറുന്നു. ഇനി പെർസെൻറ്റേജ് സ്ലിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ലിപ്പിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പെർസെൻറ്റേജ് സ്ലിപ്പ് കിട്ടുന്നു. അടുത്തത് ഫ്രീക്വൻസി. വാട്ട് വുഡ് ബി ദ ഫ്രീക്വൻസി ഓഫ് ദ റോട്ടർ ഇൻഡ്യൂസ്ഡ് EMF അറ്റ് എനി സ്പീഡ് NM? നമ്മൾ 50 ഹെർട്സ് സപ്ലൈ ആണ് സ്റ്റേറ്ററിൽ കൊടുക്കുന്നത്. അതുകൊണ്ട് സ്റ്റേറ്ററിലുള്ള കറണ്ടിൻ്റെ ഫ്രീക്വൻസി 50 ഹെർട്സ് തന്നെയാണ്. പക്ഷേ ഒരു റോട്ടറിൽ ഉണ്ടാകുന്ന EMF അതിൻ്റെ ഫ്രീക്വൻസി S/FE ആണ്. ഇവിടെ S എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ലിപ്പാണ് ഉദ്ദേശിക്കുന്നത്. അന്നേരം ഒരു ഇൻഡക്ഷൻ മോട്ടർ ഒരു ട്രാൻസ്ഫോമറിനെ പോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ഒരു ട്രാൻസ്ഫോമറിൽ പ്രൈമറി വൈൻഡിങ്ങും സെക്കൻഡറി വൈൻഡിങ്ങും തമ്മിൽ ഫ്രീക്വൻസിയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. പ്രൈമറി വൈൻഡിങ്ങിൽ 50 ഹെർട്സ് ആണ് കൊടുക്കുന്നതെങ്കിൽ സെക്കൻഡറി വൈൻഡിങ്ങിലും 50 ഹെർട്സ് ആണ് നമുക്ക് കിട്ടുക. ഈ ഒരു ഇൻഡക്ഷൻ മോട്ടറിൽ പക്ഷേ ഇങ്ങനെയല്ല. പ്രൈമറി വൈൻഡിങ്ങിൽ, അതായത് സ്റ്റേറ്ററിൽ നമ്മൾ 50 ഹെർട്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ റോട്ടറിൽ നമുക്ക് കിട്ടുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി സ്ലിപ്പ് ഇൻറ്റു FE, അതായത് 50 ആണ്. 50 ഹെർട്സ്, S/50. അന്നേരം നമ്മൾ നേരത്തെ കണ്ടു എസിൻ്റെ വാല്യൂ 0 തൊട്ടിട്ട് 1 വരെയാണ്. അതുകൊണ്ട് റോട്ടറിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ റോട്ടർ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി എപ്പോഴും 50 ഹെർട്സിനേക്കാളും വളരെ കുറവായിരിക്കും. സാധാരണ സ്ലിപ്പിൻ്റെ വാല്യൂ 0 തൊട്ടിട്ട് 0.04 വരെയാണ്. അന്നേരം റോട്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ റോട്ടർ സർക്യൂട്ടിൽ ഉണ്ടാകുന്ന ഹിസ്റ്റെറിസിസ് ലോസും എഡി കറന്റ് ലോസും വളരെ കുറവാണ്. When the rotor is blocked, the frequency of induced voltage is equal to the supply frequency. റോട്ടർ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന സമയത്ത്, അതായത് റോട്ടർ റൊട്ടേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുന്ന ഒരു സമയത്ത് സ്ലിപ്പ് 1 ആയിരിക്കും. അതുകൊണ്ട് തന്നെ റോട്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി സപ്ലൈ ഫ്രീക്വൻസി തന്നെയായി മാറും. On the other hand, if the rotor runs at the synchronous speed, the frequency will be 0. ഈ റോട്ടർ എന്തെങ്കിലും ഒരു കാരണത്താൽ അല്ലെങ്കിൽ റോട്ടർ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സമയത്ത്, അതായത് റോട്ടർ നോ ലോഡ് കണ്ടീഷനിൽ സ്ലിപ്പ് 0 ആയിരിക്കും. അതുകൊണ്ട് തന്നെ റോട്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി 0 ആയി മാറുന്നു. റോട്ടറിൽ ഉണ്ടാകുന്ന കറണ്ടിൻ്റെ ഫ്രീക്വൻസി 0 ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടറിൽ കറണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല എന്നത് തന്നെയാണ് അതിൻ്റെ അർത്ഥം. പവർ ഫ്ലോ ഡയഗ്രാം ഓഫ് ഇൻഡക്ഷൻ മെഷീൻസ്. ഒരു ട്രാൻസ്ഫോമർ പോലെ തന്നെയാണ് ഒരു ഇൻഡക്ഷൻ മെഷീൻ വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ട്രാൻസ്ഫോമറിൽ ഉണ്ടാകുന്ന പോലത്തെ അതേ ലോസുകളെല്ലാം തന്നെ ഒരു ഇൻഡക്ഷൻ മെഷീൻസിന് ഉണ്ടാകും. ഇവിടെ ഒരു അഡീഷണൽ ലോസ് മെക്കാനിക്കൽ ലോസസ് ആണ്. മെക്കാനിക്കൽ ലോസസ് ഡ്യൂ ടു friction and windage losses constitute the mechanical losses in the induction machines. ബാക്കിയൊക്കെ സ്റ്റേറ്റർ കോപ്പർ ലോസ്, സ്റ്റേറ്റർ അയൺ ലോസ്, റോട്ടർ കോപ്പർ ലോസ് ഒക്കെയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് ഇവിടെ റോട്ടർ ഔട്ട്പുട്ടായിട്ട് കിട്ടുക. ഇനി 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ പോലെ തന്നെ ഉള്ളതാണ് സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ. നമ്മുടെ വീടുകളിലൊക്കെ നമ്മൾ സാധാരണ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടോർ
അറിഞ്ഞോ അറിയാതെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. Types of single phase induction motors. Some of the different single phase induction motors are split phase motor, capacitor start motor, capacitor start, capacitor run motor. ഇതാണ് ഒരു സ്പ്ലിറ്റ് ഫേസ് മോട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം. ഒരു മെയിൻ വൈൻഡിങ് ഉണ്ട്, ഒരു ഓക്സിലറി വൈൻഡിങ് ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സിംഗിൾ ഫേസ് മോട്ടറിന് സിംഗിൾ ഫേസ് സപ്ലൈ മതി. 3 ഫേസ് മോട്ടറിന് 3 ഫേസ് സപ്ലൈ വേണം, എന്നാൽ സിംഗിൾ ഫേസിന് സിംഗിൾ ഫേസ് സപ്ലൈ മതി. ഇനി കപ്പാസിറ്റർ ഉപയോഗിച്ചിട്ടുള്ള സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ് കപ്പാസിറ്റർ റൺ മോട്ടോർ, കപ്പാസിറ്റർ സ്റ്റാർട്ട് മോട്ടോർ, കപ്പാസിറ്റർ സ്റ്റാർട്ട്, കപ്പാസിറ്റർ റൺ മോട്ടോർ. A single phase induction motor is started by using some methods. Mechanical methods are not very practical methods. That is why the motor is started temporarily by converting it into a 2-phase motor. Single phase induction motors are classified according to the auxiliary means used to start the motor. അതായത് എങ്ങനെയാണ് ഒരു മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡ്, ആ മെത്തേഡിനെ അനുസരിച്ചാണ് ആ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ പേര് വരുന്നത്. Unlike a 3-phase induction motor, a single phase induction motor is not self-starting. Auxiliary windings in single phase motor temporarily convert single phase motors into 2-phase motors. After starting the motor, the auxiliary winding is no longer required. നേരം ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ സർക്യൂട്ട് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ അതിലൊരു ഒരു മെയിൻ വൈൻഡിങ്ങും ഉണ്ടാവും, ഒരു ഓക്സിലറി വൈൻഡിങ്ങും ഉണ്ടാവും. ഇവിടെ ഓക്സിലറി വൈൻഡിങ്ങിന്റെ ഉപയോഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിനെ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഓക്സിലറി വൈൻഡിങ്ങിൽ ഒന്നെങ്കിൽ ഒരു ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കും കാണുക. നേരം മെയിൻ വൈൻഡിങ്ങും ഓക്സിലറി വൈൻഡിങ്ങും അതിലൂടെ ഒഴുകുന്ന കറണ്ടുകൾ തമ്മിൽ ഫേസ് ഡിഫറൻസ് ഉണ്ടാകുന്നു. അങ്ങനെ മോട്ടർ താൽക്കാലികമായിട്ടൊരു 2-ഫേസ് മോട്ടറായിട്ട് മാറുകയാണ്. അന്നേരം മോട്ടർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഈ ഓക്സിലറി വൈൻഡിങ്ങിനെ ഡിസ്കണക്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഒരു സിംഗിൾ ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. റേറ്റിംഗ് ഓഫ് ആൻ ഇൻഡക്ഷൻ മോട്ടർ. ഒരു ഇൻഡക്ഷൻ മോട്ടർ നമുക്ക് മെക്കാനിക്കൽ പവറാണ് ഔട്ട്പുട്ടായിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഔട്ട്പുട്ട് റേറ്റഡ് ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഹോഴ്സ് പവറിലും കാണിച്ചിട്ടുണ്ട്, കിലോ വാട്ട്സിലും കാണിച്ചിട്ടുണ്ട്. 90 കിലോ വാട്ട്സ് എന്ന് കാണിക്കുന്നുണ്ട്. അതേപോലെ 90 കിലോ വാട്ട്സ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 120 ഹോഴ്സ് പവർ. അതൊരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറാണ്. അതുകൊണ്ട് തന്നെ 3 ഫേസിന്റെ ലൈൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലൈൻ വോൾട്ടേജ് ആണ് 415 വോൾട്ട്. 415 വോൾട്ടാണ് ഒരു 3 ഫേസ് ഇൻഡക്ഷൻ മോട്ടറിന്റെ ഇവിടെ റേറ്റിംഗിൽ കൊടുത്തേക്കുന്നത്. പിന്നെ അതേപോലെ RPM 1480. അതായത് റേറ്റഡ് ഔട്ട്പുട്ടിന്റെ സമയത്ത് ഉള്ള ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡാണ് ഇവിടെ 1480 എന്ന് പറയുന്നത്. ഇൻഡക്ഷൻ മോട്ടറിന്റെ സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റോട്ടർ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഷാഫ്റ്റിന്റെ സ്പീഡാണ് 1480 RPM എന്ന് പറയുന്നത്. അതായത് ഈ മെഷീൻ ശരിക്ക് അതിന്റെ സിങ്ക്രണസ് സ്പീഡ് 1500 ആണ് വരിക. 1500 ആണ് സിങ്ക്രണസ് സ്പീഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെഷീനിന് നമ്പർ ഓഫ് പോൾസ് ഈസ് ഈക്വൽ ടു 4 ആണ് വരിക. അങ്ങനെയെങ്കിൽ സ്ലിപ്പ് അറ്റ് ഫുൾ ലോഡ് ഈസ് ഈക്വൽ ടു 1500 മൈനസ് 1480 ഡിവൈഡഡ് ബൈ 1500. അതായത് 20/1500 ഇൻറ്റു 100. അതായത് പെർസെൻറ്റേജ് സ്ലിപ്പിലോട്ടേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ 20 ഡിവൈഡഡ് ബൈ 1500 ഇൻറ്റു 100. അതായത് 2000/1500 എന്ന് വരും. അതായത് 1.33% എന്നാണ് വരിക.
ഫുൾ ലോഡ് കറണ്ട് ഈസ് ഈക്വൽ ടു 147 ആംപിയർ. ഡെൽറ്റ ഫാഷനിലാണ് കണക്ട് ചെയ്തിരിക്കുന്ന വൈൻഡിങ്സ് എല്ലാം. എഫിഷ്യൻസി 94.5%, 50 ഹേഴ്സ് സപ്ലൈയിലാണ് വർക്ക് ചെയ്യുന്നത്. പവർ ഫാക്ടർ ഈസ് ഈക്വൽ ടു 0.9. അതായത് ഈ മെഷീൻ ഫുൾ ലോഡ് കണ്ടീഷനിലുള്ള അതിൻ്റെ കാര്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത്.